നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് പെൻ സഫാരിയുടെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണോ, ഒരു ഔഷധ സസ്യമാണ്. ഇത് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. പ്രാദേശിക തലത്തിലെ ഓരോ പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മുറുകൊടി, മുറുമൂടി ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു ചെടിച്ചട്ടിക്കകത്ത് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. അതിൻ്റെ മേളിലെ ഗ്രീൻ കളറും അടിഭാഗത്ത് നല്ല ഒന്നാന്തരം വയലറ്റ് കളറുമാണ്. ഒരു പ്രത്യേക ഒരു അട്രാക്ഷനുള്ള ഒരു ചെടിയാണ്. പ്രകൃതി ഈ ചെടിക്ക് രൂപകൽപ്പന കൊടുത്തിരിക്കുന്നത്. കണ്ടില്ല എന്തൊരു ഭംഗിയാണ്, എന്ന് വളരെ രസകരമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളറും ആണ്. നല്ല രസകരമായിട്ടുള്ള ഒരു ചെടിയാണ്. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. ഇത് ഏതൊരു വീട്ടുമുറ്റത്തും നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിക്കകത്ത് വളർത്താൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുറിവ് നമ്മുടെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് സ്ത്രീജനങ്ങൾക്കും അല്ല നമുക്കോ ആർക്കെങ്കിലും ആയിക്കോട്ടെ, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുറിവ് സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് ഈ ചെടിയിലെ ഒരു 2-3 ഇല, നല്ല നീര് കുറവാണെങ്കിൽ 2-3 ഇല കൂടുതൽ എടുക്കേണ്ടി വരും. നല്ല നീരുള്ള ഇലയാണെങ്കിൽ 2-3 ഇല കൂടുതൽ വേണ്ടി വരത്തില്ല. ഈ ഇല എടുത്തിട്ട് ഇതുപോലെ അഴുക്കുമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അതുപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ അഴുക്കൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് കൈവെള്ളയിലിട്ട് ഞെരടി എടുക്കുകയാണ്. കൈവെള്ളയിലിട്ട് നന്നായിട്ട് ഞെരടണം. അപ്പോൾ ഞാൻ 2 ഇലയാണ് എടുത്തത്. 2 ഇല എടുത്തപ്പം അതിന് നീര് കുറവായതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ 2-3 ഇലയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് പിന്നെ ഞെരടിയേക്കുന്നത്. അപ്പോൾ ഈ ഇല നന്നായിട്ട് കൈവെള്ളയിട്ട് നന്നായിട്ട് എത്രയും നന്നായിട്ട് ഞെരടാം അത്രയും നന്നായിട്ട് ഞെരടുക. ഞെരടി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ആ ബ്ലഡ് കളറിലെ ആ നീര് നമുക്ക് കിട്ടും. ഇപ്പം ഇല കുറവായിരുന്നു, ഞാൻ പിന്നെ എക്സ്ട്രാ 2 ഇലയും കൂടെ ചേർത്തതിന് ശേഷമാണ് എനിക്ക് നീര് കിട്ടുന്നത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീര് കിട്ടുന്നത്. ഞാൻ നീര് 2 ഇല എടുത്തുകൊണ്ട് നീര് കുറവായിരുന്നു. പിന്നെ ഞാൻ എക്സ്ട്രാ 2 ഇലയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഞെരടുകയാണ്. ഞെരടിയപ്പോൾ 2-3 ഇലയും കൂടെ പിന്നെ ചേർത്ത് വെച്ച് പിന്നെ ഞെരടിയപ്പോഴാണ് എനിക്ക് നീര് നന്നായിട്ട് കിട്ടുന്നത്. ഈ നീര് നമ്മൾ ആ മുറിവിലേക്ക് വെച്ച് കൊടുക്കുക, ആ മുറിവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുറിവിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ആ കൊന്ത് വേണേൽ വെച്ച് ആ മുറിവ് കൂട്ടത്തിൽ വെച്ച് കെട്ടാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മുറിവിന് നമുക്ക് ഇത് പെട്ടെന്ന് മുറിവ് ഉണങ്ങാനും ബ്ലഡ് നിൽക്കാനും വളരെ സഹായകരമായ ഒരു സസ്യമാണ്. ഒരു ചിലവുമില്ലാതെ വീട്ടുമുറ്റത്ത് നമുക്ക് വളർത്താൻ പറ്റും. ഒരു വളവും കൊടുക്കേണ്ട. നമുക്ക് അതിന് വളരാൻ വെച്ച് സ്പേസ് മാത്രം കൊടുത്താൽ മതി, ചെടിച്ചട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുറ്റത്തിൻ്റെ ഏതൊരു കോളടിച്ച സ്ഥലം കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഉപകാരപ്രദമായ ഒരു സസ്യമാണ്. ഇത് നല്ല ബ്ലഡ് കളറിലാണ്, നല്ല റെഡ് കളർ കിട്ടും. ഇത് ഞാൻ വൈറ്റ് പേപ്പറിലേക്കാണ് അതിൻ്റെ നീരിങ്ങനെ ഇറ്റിച്ച് വീഴ്ത്തുന്നുണ്ട് കയ്യിൽ നിന്ന്. അതൊന്നും നിങ്ങൾക്ക് കാഴ്ചക്കാർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയത്. കണ്ട ബ്ലഡ് ഇറ്റി വീഴുന്ന പോലെ തന്നെയാണ് അത് ഇറ്റി വീഴുന്നത്. ഈ നീരാണ് നമ്മൾ ആ മുറിവിലേക്ക് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കൊന്തൂടെ വേണേൽ വെച്ച് കെട്ടാം. എൻ്റെ വീട്ടിൽ തന്നെ അനുഭവമുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു മുറിവ് സംഭവിച്ചിട്ട് ഏകദേശം 2 സ്റ്റിച്ചോളം വരേണ്ട ഒരു മുറിവ് സംഭവിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ സ്റ്റിച്ച് ഇടുമെന്നും പറഞ്ഞ് ഈ സാധനം വെച്ച് തന്നെ മുറിവ് കരിച്ച അനുഭവം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് ഇതിനെപ്പറ്റി റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത്. അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക.